അല്ലാഹു സുബ്ഹാനഹു വ തആല സആദത്തുൻ ഉഖ്റവിയ്യ ഔ ശഖാവത്തുൻ ഉഖ്റവിയ്യ, പരലോകത്തുണ്ടാകുന്ന സൗഭാഗ്യം അല്ലെങ്കിൽ ദൗർഭാഗ്യം, ആ കാര്യം, ആ അംറ് അള്ളാഹു, ആ മുസബ്ബബ്, ആ വസ്തുത അള്ളാഹു ഒരു കാരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ കാരണം ഏതാണ്? മനുഷ്യൻ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ. ആ സ്വാലിഹായ അമല് മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരണത്താൽ അവന് സആദത്ത് നൽകുന്നു. അപ്പൊ അള്ളാഹുവാണ് സആദത്ത് നൽകുന്നത്. ഈ ചെയ്തതിന് തത്തുല്യമായി അവന് വന്നു ചേരുന്ന ഒരു ഫലമോ പകരമോ ഈ വിലക്കുള്ള വിലയായി കിട്ടുന്നതോ അല്ല. ഇതിനൊരു കാരണം മാത്രമാണ്. അതുകൊണ്ട് അമലു സ്വാലിഹത്ത് ചെയ്യുമ്പോഴും ഒരു മനുഷ്യന്റെ കൽബ് എവിടെയാണ്? അമലു സ്വാലിഹത്തിലാണോ? അല്ല, അതിന്റെ തുടക്കത്തിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒടുങ്ങിയതിന് ശേഷവും മുകളിലാണ്. അമലു സ്വാലിഹത്തൊക്കെ ചെയ്യുന്നത് ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ടാണ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അപ്പോ റബ്ബേ, ഇത് നീ എന്നോട് കൽപ്പിച്ചിരിക്കുന്നതായ ഒരു സബബ്, ഞാനത് ചെയ്യുന്നു. ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നിന്റെ ഖളാഇലുണ്ടെങ്കിൽ, നിന്റെ ഖദറിലുണ്ടെങ്കിൽ എനിക്ക് തൗഫീഖ് ലഭിക്കും, അത് പൂർത്തീകരിച്ചിരിക്കും. നിന്റെ ഖളാഇലും ഖദറിലും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്കത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. പക്ഷെ അത് പൂർത്തീകരിക്കാൻ റബ്ബേ നീ സഹായിക്കണമേ എന്ന നല്ല ധാരണയോടുകൂടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു. ബിസ്മില്ലാ, അതിനുവേണ്ടി അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാലത്ത് തന്നെ ചൊല്ലുന്നു. അത് ചൊല്ലുന്നത് തബറുക്കൻ വഇസ്തിആനതൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടും ആ നാമം ഉച്ചരിക്കുന്നതിലുള്ള ബർക്കത്ത്, വർദ്ധമാനമായ തോതിലുള്ള നിത്യമായ ആ ബർക്കത്ത്, ആ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടുമാണ് ചോദിക്കുന്നത്. ആ അമൽ ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിനോട് റബ്ബേ ഇത് വിജയകരമായി നല്ല നിരക്ക് ഇതെത്തിക്കാൻ സാധിക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പൂർത്തീകരിച്ചാൽ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. റബ്ബനാ വ തഖബ്ബൽ, അല്ലാഹുവേ നീ പറഞ്ഞതുപോലെ പൂർത്തീകരിച്ചിരിക്കുന്നു, അതിന് നിന്റെ തൗഫീഖും ഉണ്ടായിരിക്കുന്നു. ഇനി ഇത് സ്വീകരിച്ച് എനിക്ക് നിന്റെ ഭാഗത്തു നിന്നുള്ള സആദത്ത് ലഭിക്കാൻ ഇതിനെ നീ ഒരു കാരണമാക്കിയെടുത്ത് നീ സ്വീകരിക്കണമേ. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ കാര്യം. എന്നാൽ അസ്ബാബുകൾ അറിയാത്ത ഖഫീയത്തായ ഒരു കാര്യം നമുക്ക് നേടണം. ആ കാര്യം എങ്ങനെയാണ് നേടുക, അതിനുള്ള സബബ് എന്താണ് എന്നത് അള്ളാഹു നമുക്ക് അറിവാക്കി വെച്ചിട്ടില്ല. അത് ഗുപ്തമായി തന്നെ കിടക്കുകയാണ്, രഹസ്യമായി തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കാര്യം നമുക്കെന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാൻ. അവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, ഇത് അള്ളാഹുവേ നീ എനിക്ക് പൂർത്തീകരിച്ച് തരണമേ എന്ന് അള്ളാഹുവിൽ പൂർണ്ണമായി വരമേൽപ്പിക്കും. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഒന്നും ചെയ്യാനില്ല, ചെയ്യാണ്ട് ശാരീരികമായി അർക്കാനുകൾ കൊണ്ട് ജവാരിഹകൾ കൊണ്ട് ചെയ്യാനുള്ള ഒരു സബബും അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ ഖൽബ് കൊണ്ടുള്ള തവക്കുൽ അത് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ തവക്കുൽ ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ സബബ് അറിയപ്പെടാത്തൊരു വിഷയത്തിൽ അള്ളാഹ് സബബായി പറഞ്ഞു തന്നിട്ടില്ലാത്തൊരു കാര്യത്തെ നമ്മൾ സബബാക്കി കണ്ടാൽ അത് എന്നിട്ട് അതിനവലംബിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിർക്കിലേക്ക് തന്നെയാണ് എത്തുക. ഉദാഹരണമായിട്ട് നമുക്ക് വീട്ടിൽ എന്നും പ്രശ്നങ്ങളാണ്, പട്ടിണി, അതുപോലെ പ്രയാസങ്ങളും രോഗവും തീരാത്ത ബലാഹുകൾ, പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് അള്ളാഹു അത് നീങ്ങിക്കിട്ടാൻ അവൻ നിശ്ചയിച്ചിട്ടുള്ള കാരണത്തിൽപ്പെട്ടതല്ല എന്ത്? ഒരു കഷ്ണം കടലാസിൽ ഏതോ ഒരു തങ്ങൾ ഒരു 8-10 കള്ളിയായിട്ട് വരച്ചിട്ട് അറബിയിലുള്ള ചില അക്ഷരങ്ങൾ ചില പ്രത്യേക രൂപത്തിൽ കള്ളികളിൽ എഴുതിയിട്ട് അത് വാതിലിന്റെ മുകളിൽ കൊണ്ടുപോയി പതിക്കുക എന്നുള്ളത്. അത് അള്ളാഹ് ഐശ്വര്യമുണ്ടാകുവാനും ബലാഉം മുസീബത്തും തടുക്കുവാനും അള്ളാഹ് വെച്ച ഒരു സബബേ അല്ല. അങ്ങനെ അല്ലാതിരിക്കെ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ഒരു സബബല്ലാത്ത ഒന്നിനെ ഒരു ഗുണം കിട്ടുന്നതിനോ ഒരു ദോഷം തടുക്കുന്നതിനോ സബബായി നമ്മൾ ആരോപിച്ച് ചെയ്താൽ, എന്നിട്ട് അതിനെ നമ്മൾ അവലംബിച്ചാൽ വമനിൽ തജാ ഇലാ മാ ലൈസ ബിസബബിൻ മിൻ ദൂനില്ലാഹ് വഹുവ മുശ്രികും ബില്ലാഹ്, അങ്ങനെ സബബറിയാത്ത കാര്യത്തെ അള്ളാഹുവിനെ ഏൽപ്പിക്കാനല്ലാതെ മറ്റേതെങ്കിലും നമ്മൾ ചമച്ചുണ്ടാക്കുന്ന സബബുകൾ എന്നിട്ട് അതിൽ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ശിർക്കിലേക്കാണ് വഴി തെളിയിക്കുന്നത്. അത് ശിർക്കാണ്. ഈ കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്.
ഇനി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ തവക്കുലിൽ ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങളെ ഇടയ്ക്കുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഒരാളോട് സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്റെ അമലെവിടെ എന്ന്. അള്ളാഹു അയാളുടെ പ്രവൃത്തിക്ക് മാത്രം കൊടുക്കാനാണെങ്കിൽ അയാൾ നരകത്തിലേക്കാണ് പിന്നീട് പറഞ്ഞത്. ആ സന്ദർഭം ആ ഹദീസ് നമ്മൾ പല സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇവിടെയും മസ്ജിദിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഹദീസ് പൂർണ്ണ രൂപത്തിലൊരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിസാബ് നടത്തുന്ന സന്ദർഭത്തിൽ ഒരാൾ പറയുന്നു അയാളോട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അയാൾ ചെയ്തിട്ടുള്ള ആ അമലിനെ മുൻനിർത്തി അതിനെ കാരണമാക്കി അള്ളാഹ് ഔദാര്യമായി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോൾ അയാൾ അല്ല എനിക്കെന്റെ അമലിന്റെ ജസ അതിന് തത്തുല്യമായിരിക്കുന്ന പകരത്തിന് പകരമാണ് കിട്ടേണ്ടത് എന്നാണ്. അത് പറയുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള അപാരമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിന് അയാൾ നന്ദി ചെയ്യേണ്ടത് എത്രയായിരുന്നു എന്ന് കണക്കാക്കുകയും അതനുസരിച്ച് സ്വർഗം പോകട്ടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം പോലും അയാളുടെ പ്രവർത്തനങ്ങൾ അളവ് കൊണ്ട് മതിയാകാതെ വരികയും അങ്ങനെ അയാൾ നരകത്തിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് അയാൾക്ക് ബോധ്യമായത് എന്റെ അമലുകൊണ്ട് ഒന്നുമില്ല. നമുക്ക് അള്ളാഹ് കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണിന് മാത്രം നന്ദി ചെയ്യാനുള്ള പ്രവർത്തനം നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാകും. നമ്മളൊരു ദിവസം നമ്മൾ 5-6 തവണ മൂത്രമൊഴിക്കുന്നുണ്ട്. ആ മൂത്രമൊഴിക്കുന്നതിന് അള്ളാഹ്ക്ക് നമ്മൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഒരു ജീവിതം കൊണ്ട് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്താൽ മതിയാവില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു 5 ജീവിതം വേറെ കിട്ടേണ്ടി വരും. ഇങ്ങനെ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ പറ്റി ജീവിക്കുന്ന നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത് പോലും നമ്മൾ ചെയ്ത് തീരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് സ്വർഗത്ത് പോയിട്ട് അവിടേക്കും എത്താൻ സാധ്യമല്ല എന്നത് അയാളെ ഹിസാബിൽ ബോധ്യപ്പെടുത്തി പിന്നെ അയാൾ ആ ഡിമാൻഡ് ചെയ്ത് തെറ്റാണ് എന്ന് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയതിന് ശേഷമാണ് അയാളെ പിന്നെ അള്ളാഹിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് വിടുന്നത്. അത് ഇതിന് വളരെ പ്രസക്തമായ കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം തന്നെ അത് ഇബ്നുൽ ഖയ്യിം തന്നെ ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളതാണ്. അസ്ബാബുകൾ പ്രവർത്തിച്ചതിന് ശേഷം എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു എന്നല്ലേ പറയേണ്ടത്, ബാക്കി അള്ളാഹുവിലേക്ക് എന്ന് പറയാമോ? അസ്ബാബ് ചെയ്തിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു, ബാക്കി എന്നുള്ള വാക്ക് അവിടെ പ്രസക്തമല്ല. അങ്ങനെ ആസാറുകളിലില്ല. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒന്ന് കാണണം, ഒരു പക്ഷേ അത് തിരുത്തിയത് നന്നായി. ബാക്കി എന്നുള്ളത് വിശദീകരണത്തിൽ എന്റെ ഭാഗത്ത് നിന്ന് കടന്നുപോയതാണ്. ഈ അസ്ബാബ് അറിയുന്ന കാര്യത്തിൽ തന്നെയും സബബുകൾ ചെയ്തിട്ട് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്നാണ്. സബബുകൾ ചെയ്തു ബാക്കി ഏൽപ്പിക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു അസറും ഇല്ല. അത് ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു വന്നപ്പോൾ ആ വാക്ക് കൂടിയതാണ്. അതുകൊണ്ട് ആ വാക്ക് ഒഴിവാക്കി തന്നെ മനസ്സിലാക്കുക. അങ്ങനെ ഒരു വാക്ക് എന്നിൽ നിന്ന് വന്നത് അസ്തഖ്ബിഹു മിൻ നഫ്സി കമാ അസ്തഖ്ബിഹു മിൻ ഗൈരി. പിന്നെ ഇനി ഈ കാരണത്താൽ അപ്പൊ സബബ് അറിഞ്ഞതും സബബ് അറിയാത്തതുമായ കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദ വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തൗഹീദോ തഖ്ദീറോ തവക്കുലോ പറയുന്ന സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒന്നിലധികം അഹ്ലുസുന്നത്തിന്റെ ഇമാമുകൾ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. അന്നൽ ഇൽതിഫാത ഇലൽ അസ്ബാബി ശിർക്കു ഫി തൗഹീദ്. നേരത്തെ ഞാനത് വായിച്ചപ്പോൾ ശൈഖുൽ ഇസ്ലാമിന്റെ വാക്കായിട്ട് നിങ്ങൾ കേട്ടു. ഒരാൾ സബബുകളിലേക്കാണ് തിരിയുന്നത്, സബബുകളെ സൃഷ്ടിക്കുകയും മുസബ്ബബാത്തുമായി അവയെ ബന്ധിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിലേക്കല്ല മനസ്സുകൊണ്ട് തിരിയുന്നത്. ഏതുപോലെ നമുക്കെന്ത് ചെയ്യണം, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ എല്ലാവർക്കും വേണ്ട സർട്ടിഫിക്കറ്റാണ് ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥന്റെ അടുക്കൽ മുമ്പിൽ നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ ഉദ്യോഗസ്ഥൻ ആ സർട്ടിഫിക്കറ്റ് എഴുതി കയ്യിൽ തരാൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ഒരു കാരണക്കാരനാണ്, സബബാണ്. നമ്മൾ അള്ളാഹുവെ എനിക്ക് എന്റെ ആ കാര്യം വളരെ ഭംഗിയായി എളുപ്പമായും നീ പൂർത്തീകരിച്ചു തരണമേ എന്ന് അള്ളാഹുവിലേക്ക് ഹൃദയം തിരിയേണ്ടതിന് പകരം അള്ളാനെ മറന്നു ഹൃദയം തിരിഞ്ഞ് മുഴുവനും ഇയാളായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അയാളുടെ മുന്നിൽ വണങ്ങി അയാൾ വിചാരിച്ചാൽ കിട്ടിയിരുന്നു, അയാൾ വിചാരിക്കാത്തതാണ് പ്രശ്നം, ഒക്കെ അയാളിൽ വെച്ച് കെട്ടുന്ന സ്വഭാവം. അതാണ് അസ്ബാബുകളിലേക്ക് തിരിയാന്നുള്ളത്. അങ്ങനെ തിരിയുക എന്നുള്ളത് അത് ശിർക്കു ഫി തൗഹീദ്, തൗഹീദിൽ സംഭവിക്കുന്ന ശിർക്കാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ അസ്ബാബുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ വേണ്ട, സബബ് വേണ്ട, ഒക്കെ മോളിന്ന് നേരെ തരും.
സബബുകളിലൂടെ അല്ലാതെ അള്ള തരും എന്നും പറഞ്ഞുകൊണ്ട് സബബ് മായ്ക്കുകയാണെങ്കിലോ അത് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്ത ജാഹിലേ ചെയ്യൂ. അത് ബുദ്ധിയിലുള്ള തകരാറാണ്. അയാൾ ജാഹിലാണ്. എന്നാൽ തീരെ സബബ് വേണ്ട എന്ന് പറഞ്ഞിട്ട് തവക്കുലുമായിട്ട് നടക്കുന്ന, തവക്കുലിനെ തെറ്റായി മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഈ അസ്ബാബുകൾ കൈക്കൊള്ളുക എന്നുള്ളത് അത് ഖദറിന്റെ ഭാഗമാണ്, അത് തവക്കുലിന്റെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരാൾ ഇത് മനസ്സിലാക്കാതെ ഇത് ഖദറിൽ നിന്ന് പുറത്താണ് അസ്ബാബുകൾ, തവക്കുലിൽ നിന്ന് പുറത്താണ് അസ്ബാബുകൾ, ഒരാൾ അസ്ബാബുകൾ ചെയ്യുന്നത് തവക്കുലിനെതിരാകും, അത് ഖളാ ഖദറിലുള്ള വിശ്വാസത്തിനെതിരാകുമെന്ന് പറഞ്ഞ് മൊത്തം അസ്ബാബുകളെ കാരണങ്ങളെ ഒരാൾ കാരണങ്ങളിൽ നിന്നൊരാൾ പിന്തിരിയുകയാണെങ്കിൽ ഖദഹുൻ ഫി ശറഅ്, അയാൾ ശറഅ് ജീവിതത്തിൽ പാലിച്ചിട്ടില്ല എന്ന് അധിക്ഷേപിക്കപ്പെടേണ്ടവനാണ്. ഖാല റജുലുൻ, ഉദാഹരണമാക്കി നോക്കാം. അതുകൊണ്ട് തന്നെ തവക്കുൽ ചെയ്യുന്ന ഒരാൾ എങ്ങനെ തവക്കുൽ ചെയ്യേണ്ടത്? അല്ലാമത്തുൽ അൽബാനി ഹസൻ എന്ന് ഗ്രേഡ് തിരിച്ചിട്ടുള്ള സുനനുകളിൽ, ചില സുനനുകളിൽ കാണുന്ന തുർമുദി പോലെയുള്ള മുഹദ്ദിസുകൾ അവരുടെ സുനനുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ഒരു അഅറാബി വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഅ്ഖിലുഹാ വഅതവക്കൽ ഔ ഉത്ലിഖുഹാ വഅതവക്കൽ? ഖാല ഇഅ്ഖിൽഹാ സുമ്മ തവക്കൽ, ഇഅ്ഖിൽഹാ വതവക്കൽ. ആള് വന്നിട്ട് ഒട്ടപ്പുറത്തിന് വന്നു, നബിയേ ഞാൻ ഈ ഒട്ടകത്തെ കാൽത്തളയിട്ട് ബന്ധിച്ചതിന് ശേഷം അള്ളാഹുവിനോട് കാര്യങ്ങൾ പരമേൽപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അതല്ല, സബബ് ചെയ്യേണ്ടതില്ല, സബബ് ചെയ്യുന്നത് തവക്കുലിനെതിരാണ്, സബബ് വരുമ്പോ നമ്മുടെ മനസ്സ് സബബിലേക്കാണ് തിരിയണത്, അതൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് സബബ് ചെയ്യാതെ ഉത്തുരിപ്പുഹ, അതിന് ഞാൻ വന്ന പാടെ വിട്ടു തവക്കൽ എന്നിട്ട് പരമേൽപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള മറുപടി ഇഅ്ഖിൽഹാ വതവക്കൽ, അതിനെ നീ ബന്ധിപ്പിക്കൂ, അള്ളാഹുവിൽ കാര്യം പരമേൽപ്പിക്കുകയും ചെയ്യൂ. ഇനി ബന്ധിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം ആ ഒട്ടകം അയാൾക്ക് അവിടെ നിലനിന്ന് കിട്ടുമോ? കിട്ടൂല. അത് അതിനുള്ളൊരു സബബ് മാത്രമാണ്. ഒട്ടകം നഷ്ടപ്പെടാതെ അവിടെ നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖളാഇൽ ഖദറിൽ അതിൽ മുൻകൂട്ടി രേഖപ്പെട്ടതായിരിക്കണം. അയാൾ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാൽത്തളയിട്ട് നിർത്തിയ ഒട്ടകം അവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് അള്ളാന്റെ ഖളാ ഖദറിൽ വേണം. അള്ളാന്റെ മശിയത്ത് അതിനോടൊപ്പം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കുകയുള്ളൂ. എന്നാൽ ആ മശിയത്ത്, അള്ളാന്റെ ഖളാ ഖദറിലുള്ള ആ കാര്യം നടക്കണമെങ്കിൽ അതിന് അള്ള തന്നെ നിശ്ചയിച്ച, അള്ള തന്നെ റബ്ത്ത് ചെയ്ത, അള്ള തന്നെ ബന്ധിപ്പിച്ച, അള്ള തന്നെ നമ്മോട് ചെയ്യാൻ അനുശാസിച്ചിരിക്കുന്ന സബബ് അത് നമ്മൾ ചെയ്തിരിക്കണം. ചെയ്യാതെ തവക്കുൽ നടത്തിയാൽ തവക്കുൽ പൂർണ്ണല്ല. സബബും തവക്കുലും അത് രണ്ടും കൂടി ആകുമ്പോഴാണ് തവക്കുലിന്റെ ചിത്രം പൂർണ്ണമാകുന്നത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇഅ്ഖിൽഹാ വതവക്കൽ. അപ്പൊ അസ്ബാബുകളുടെ കാര്യം അങ്ങനെയാണ്. ഇനി ഒന്നുകൂടെ വ്യക്താക്കാം, കുറച്ചുകൂടി പ്രായോഗികമായ ജീവിതത്തിൽ വളരെ നമുക്ക് ഓരോരുത്തർക്കും ഗുണപാടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹിഹായ ഹദീസ്, സുയൂത്തിന്റെ ജാമയിലുള്ളതാണ്, സലാസത്തുൻ, മൂന്നാളുകൾ യദ്ഊനല്ലാഹ്, അവര് അള്ളാഹിനോട് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യും, ഫലാ യുസ്തജാബു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുആക്ക് ഇസ്തിജാബത്ത് നൽകില്ല, ഉത്തരം ചെയ്യില്ല. ആരാണ് ആ മൂന്നാളുകൾ? റജുലുൻ കാനത് തഹ്തഹു ഇംറഅത്തുൻ സയ്യിഅത്തുൽ ഖുലുഖ് ഫലം യുത്തല്ലിഖ്ഹാ, ഒരു മനുഷ്യൻ, അയാളുടെ കീഴിൽ ഒരു സ്ത്രീയുണ്ട് ഭാര്യയായിട്ട്, സയ്യിഅത്തുൽ ഖുലുഖ്, ഒറ്റ പോക്ക, ദുസ്വഭാവിനിയായ ഒരു സ്ത്രീ, ഫലം യുത്തല്ലിഖ്ഹാ, അവളെ സലാത്ത് ചൊല്ലി പറഞ്ഞയക്കേണ്ടടത്തേക്ക് അയാൾ പറഞ്ഞയച്ചിട്ടില്ല. അവളെ വെച്ചുകൊണ്ട് അള്ളാഹുവേ എനിക്ക് സമാധാനം തരണം, എന്റെ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വീട്ടിനകത്ത് എനിക്ക് സ്വൈരം തരണേ എന്ന് അയാൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അള്ളാഹിന്റെ അടുക്കുന്ന ഉത്തരം ഉണ്ടാവില്ല. കാരണം അള്ളാഹു നിശ്ചയിച്ച സബബ് അയാൾ ചെയ്തിട്ടില്ല. എന്താ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള സബബ്? ഒന്ന്, പെണ്ണ് കെട്ടണ നേരത്ത് അള്ളാഹ് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
നിങ്ങളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കേണ്ട കാര്യം പുരുഷനെ കുറിച്ച് തിരിച്ചന്വേഷിക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ദീനും ഖുലുഖുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദീനുള്ള ആളാകണം. രണ്ട്, നല്ല സ്വഭാവമുള്ള, അത്യാവശ്യം പൊരുത്തപ്പെട്ടു പോകാവുന്ന ഒരു സ്വഭാവമുള്ള, നല്ല സ്വഭാവമുള്ള ആളാകണം. ഇതാണ് വിവാഹാന്വേഷണത്തിൽ അന്വേഷിക്കേണ്ടത്. ചൊർക്ക് എങ്ങനെയുണ്ട്, ഹൈറ്റ് എങ്ങനെയുണ്ട്, വീതി എങ്ങനെയുണ്ട്, സ്റ്റൈലായിട്ട് നടക്കുന്നതാണോ, വിദ്യാഭ്യാസം എത്ര ഉണ്ട്, ഇങ്ങനെ ഒരു 150 ഒരു ക്വസ്റ്റ്യനെയർ, ഇന്നത്തെ വിവാഹാന്വേഷണത്തിന്റെ ഒരു ക്വസ്റ്റ്യനെയർ എടുത്താൽ അമ്പരപ്പിക്കുന്ന കുറെ കാര്യമുണ്ടാവും. പക്ഷെ അതിൽ ദീൻ എങ്ങനെയുണ്ട്, ഖുലുഖ് എങ്ങനെയുണ്ട്. ഒരു പക്ഷെ ഇന്ന് ദീനിൽ താല്പര്യമുള്ളവരും ദീനിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. പക്ഷെ അവളുടെ ഖുലുഖിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിക്കുക എന്നുള്ളത് ഇല്ല. അത് അന്വേഷിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് ഖുലുഖിനെ കുറിച്ച് പറയാൻ പറ്റാത്ത ആൾക്കാരോടാണ് അന്വേഷിക്കുക. ഉദാഹരണമായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവിടെ 10ലോ 11ലോ 12ലോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ച കുട്ടിയാണെങ്കിൽ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകരോടോ സ്കൂൾ അധ്യാപകരോടോ ചോദിക്കും, ഈ കുട്ടി ഏറ്റവും നന്നായി പെരുമാറുന്നത് ഇവരെ മുന്നിലായിരിക്കും. അവളുടെ തനി സ്വഭാവം കാണിക്കണതോ ഇവരെ മുന്നിലല്ലല്ലോ. അതുകൊണ്ട് ഇവർക്കുള്ള അനുഭവത്തിലുള്ള നല്ല കുട്ടിയായിരിക്കും. പക്ഷെ അത് പെരയിൽ വന്നു നോക്കിയാലാണ് കോലം മനസ്സിലാവുക. അങ്ങനെ ഇത് അന്വേഷിച്ചില്ല, ആ സബബ് അയാൾ ചെയ്തില്ല എന്നതുകൊണ്ടാണ്. അള്ള പറഞ്ഞിട്ടുള്ള സബബ് അയാൾ ചെയ്തില്ല എന്നതുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ കുടുംബജീവിതത്തിൽ, അയാളുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സ്വൈരം കൊടുക്കാതിരുന്നത്. ഇനി ഒരു നോട്ടപ്പിശക് സംഭവിച്ചാലോ? അങ്ങനെ സംഭവിച്ചാൽ ഇയാളും അവളും കൂടിയിട്ട് ജീവിതം മുഴുവനും ഒരു യാതനാപൂർവം അങ്ങേയറ്റത്തോളം അസഹനീയമായി രണ്ടുപേർക്കും ജീവിതം സഹിക്കാൻ പറ്റാതെ പോണ്ടതുണ്ടോ? അങ്ങനെ പോണ്ടതില്ല. ഒത്തുപോകുമെങ്കിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ തലാഖ് ചെല്ലാം. തലാഖ് എന്ന് പറഞ്ഞാൽ ആവശ്യ സന്ദർഭങ്ങളിൽ ശരഴിയായ കാരണം ഉണ്ടെങ്കിൽ ചെല്ലാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ സ്ത്രീ, എന്റെ ഭാര്യ വളരെ മോശമാണ്, വായ വളരെ മോശമാണ്. ഇത് ഞാൻ ഉദ്ധരിക്കണം എന്തിനാന്ന് ചോദിച്ചാൽ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കല്യാണം കഴിക്കാത്തവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറ് ഒക്കെ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയടിക്ക് അപ്പ തന്നെ പറഞ്ഞു. കാരണം ദുസ്വഭാവത്തിന്റെ ഏറ്റവും പ്രകടമായ മൽഹറാണ്, ചെക്കിലാണ് നാവ്, ദുഷിച്ച നാവ്. ഒഴിവാക്കിക്കളാം, വേറെ നിവൃത്തിയൊന്നുമില്ല. മമ്പത്ത് സൂവിന് വളർന്നിട്ടുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നടക്കൂല, അതിനേറ്റ് കുടുംബം മുന്നോട്ട് പോകില്ല. ചവറുകൾ കൊണ്ടുപോയിട്ട സ്ഥലത്ത് ചിലപ്പോൾ ചില ചെടികൾ വളരും. നല്ല ചെടി നിങ്ങൾ വിചാരിക്കും, പക്ഷെ അത് നിലനിൽപ്പില്ലാത്തതാണ്. എന്നതുപോലെ ആ പെൺകുട്ടിയുടെ അടിത്തറ ബേസില്ലാത്തതാണ്, ദുഷിച്ച കൾച്ചറിൽ വളർന്ന. അതുപോലെ തന്നെ കുടുംബ പൊരുത്തമില്ലാത്ത മാതാപിതാക്കൾ, ബ്രോക്കൺ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നിട്ടുള്ള ഒരു കുട്ടി അമ്പത്തസൂ ദുഷിച്ച സ്ഥലത്തുണ്ടായിട്ടുള്ള ഒരു ചെടി പോലെ ഒക്കൂല. അതുകൊണ്ട് തന്നെ സൂഉൽ ഖുലുഖിന്റെ ഏറ്റവും പ്രകടമായ മദ്ഹറാണ് അവളുടെ നാവ്, മോശപ്പെട്ട നാവ്. തൊല്ലുക. അപ്പൊ പറഞ്ഞു, നബിയെ, എനിക്ക് അവളിൽ ഇത്രയും കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് ക്ഷമിച്ചു നോക്ക്, ക്ഷമിക്കാൻ കഴിയുമോ? ക്ഷമിക്കാൻ കഴിയാത്ത, ക്ഷമയുടെ അപ്പുറത്തേക്ക് പോകുന്ന, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ ജീവിതം ദുസ്സഹാക്കിയിട്ട് കാര്യമല്ല. അവിടെ ഈ രണ്ട് കാര്യങ്ങൾ ശറഇൽ പറഞ്ഞ സബബാണ്. ഒന്ന്, തുടക്കത്തിൽ തന്നെ അന്വേഷിക്കണം, അത് ചെയ്തിട്ടില്ലെങ്കിൽ സമാധാനം പോകും. രണ്ട്, അതിലെങ്ങാനും നോട്ടപ്പുഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ തല്ലിഖ്ഹ, അല്ലെങ്കിൽ പിന്നെ സബബ് ചെയ്യാതെ ഒരാൾ കൈപൊക്കിയാൽ ലാ യുസ്തജാബു ലഹും, അവർക്ക് ഉത്തരല്ല. രണ്ട്, വറജുലുൻ കാന ലഹു അലാ റജുലിൻ മാലുൻ ഫലം യുശ്ഹിദ് അലൈഹി, ഒരാൾ, അയാൾക്ക് മറ്റൊരാളുടെ അടുക്കൽ ഇങ്ങോട്ട് കിട്ടേണ്ട ധനമുണ്ട്, അഥവാ എന്റെ പൈസ ഞാൻ എക്സോ അല്ലെങ്കിൽ വയ്യോ ഒരാൾക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്, കടമായിട്ട് കൊടുക്കുകയാണ്. കൊടുക്കുന്ന ഈ ഇടപാട് ഞാൻ നടത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതിനെ സാക്ഷികളെ നിർത്തണം എന്നാണ്, എഴുതി വെക്കണം എന്നുള്ളതാണ്. അങ്ങനെ സാക്ഷികളെ നിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ സബബ് ഞാൻ പാലിച്ചില്ല. എന്നിട്ടോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അയാൾ മറന്നു. ചിലപ്പോ സത്യത്തിൽ മറന്നതായിരിക്കും, ചിലപ്പോ മറന്നതായി നടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്താകട്ടെ, അയാൾ അത് നിഷേധിച്ചു. അപ്പോ അള്ളാഹുവെ എന്റെ പൈസ പോണ്, റബ്ബെ എന്റെ പൈസ തിരിച്ചിട്ടണേ എന്ന് കൈപൊക്കിയാൽ ഫലാ യുസ്തജാബു ലഹു, ഉത്തരം ചെയ്യും. എന്താ കാരണം? അള്ളാഹ് ദുആക്ക് ഉത്തരം ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്?
അയാൾ സബബ് ചെയ്തില്ല എന്നുള്ളതാണ്. അള്ളാഹ് ഒരു കാര്യം നിറവേറുന്നതിന്, സഫലമാക്കി കൊടുക്കുന്നതിന്, ഒരു കാര്യം അള്ളാഹ് സഫലാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് അള്ളാഹ് വെക്കുന്ന ഷർത്താണ് സബബ്. ആ ഷർത്ത് നിങ്ങൾ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ, ആ സബബ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്. ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കറിയാം. എന്നിട്ട് പഞ്ചായത്ത് പറയലും, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ടീമിനെ ഏൽപ്പിക്കലും, എന്നിട്ടത് വാങ്ങാനുള്ള മറ്റു വഴികൾ നോക്കലും ഒക്കെ ഉണ്ടായതെങ്ങനെ? എഴുതി വെക്കേണ്ട രൂപത്തിൽ അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇതിൽ 99% നടക്കുന്നത്. പിന്നെ അതൊക്കെ ചെയ്താൽ തന്നെ പറ്റിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ ഇയാൾക്ക് ചെയ്യാനുള്ള സബബ് ചെയ്തു കഴിഞ്ഞിട്ട് കാര്യം എന്നിട്ട് ഇയാൾ പറ്റിക്കപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവില്ല എന്നുള്ള പറഞ്ഞിട്ടില്ല. അങ്ങനെ അയാൾ മദ്ലൂമാണെങ്കിൽ ആ മദ്ലൂമിന് അള്ളാഹ് ഉത്തരം ചെയ്യുന്ന പറഞ്ഞത്. ഇനി അപ്പ കിട്ടിയിട്ടില്ലെങ്കിൽ വലവ് ബാദഹീൻ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും കിട്ടുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇത് സാമ്പത്തിക ഇടപാട് നടത്തുന്നവർ സൂക്ഷിക്കട്ടെ, എഴുതി വെക്കണം. ഇത് ദീനിലുള്ള കൽപ്പനയാണ്, സാക്ഷികളെ നിർത്തണം എന്നുള്ളത്. മൂന്നാമത്തെ ആൾ ആരാണ്? വറജുലുൻ ആതാ സഫീഹൻ മാലഹു. വേറൊരാള്, അയാൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കീഴിൽ വളർന്ന ബുദ്ധിപരമായി പക്വത നേടിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരന് ഒരുത്തന് എന്ത് ചെയ്തു? അയാളുടെ സ്വത്ത് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ കീഴിൽ യത്തീമുകളോ അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കുന്നവരോ ഉണ്ടാകാം. അവര് പ്രായപൂർത്തി തികഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ സ്വത്ത് അവർക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അള്ളാന്റെ കൽപ്പനയാണ്. പക്ഷെ ആ സ്വത്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് അള്ളാഹ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സബബാണ് ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും. അവരിൽ നിന്ന് നിങ്ങൾ റുഷ്ദ് കണ്ടാൽ, അവർക്ക് ബുദ്ധിപരമായ മെച്യൂരിറ്റി, ബുദ്ധിപരമായ പരിപക്വനം, പക്വത കൈവന്നിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമായാൽ പിന്നെ സ്വത്ത് കൊടുക്കണം. പിന്നെ അവരെ സ്വത്തുങ്ങൾ വെച്ചിട്ട് നിങ്ങളിങ്ങനെ തട്ടിപ്പാക്കാൻ നടക്കണ്ട, അത് വേഗം കൊടുത്തേക്കും. എന്നാൽ നസീഹാണ്, വലാ തൂതു സുഫഹാ അംവാലകും അല്ലതി ജഅല അല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹു നിങ്ങളുടെ ജീവിത സന്ധാരണത്തിന്റെ നട്ടെല്ലാക്കി നിശ്ചയിച്ചിരിക്കുന്ന ഈ സമ്പത്ത് അത് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിപരമായ പക്വതയില്ലാത്ത അവിവേകികൾക്ക്, വിവേകമതികളല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കരുത്. ഇത് അള്ളാഹു പ്രത്യേകം പറഞ്ഞതാണ്. ഈ ഷർത്ത് അയാൾ പാലിച്ചില്ലെങ്കിൽ, ഈ സബബ് അയാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അയാൾ ഈ പക്വതയൊന്നുമില്ലാത്ത ഒരുത്തന്നെ കൈ കൊടുത്തു, ഓനെ 4 ദിവസം കൊണ്ട് തവിട് പൊടിയാക്കി തുമ്പില്ലാണ്ടാക്കി. റബ്ബേ, ഇത്രയും സ്വത്ത് ഞാൻ ഇതുവരെ പരിപാലിച്ചു കൊണ്ടുവന്നത് ഓന്റെ കയ്യിൽ കൊടുത്തു, ഓനത് നശിപ്പിക്കുന്ന റബ്ബേ രക്ഷിക്കണേ എന്ന് കൈ പൊക്കിയിട്ട് യാതൊരു കാര്യം. അബൂ മൂസൽ അശ്ശഅരിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട റിവായത്താണ് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ജാമിഅയിൽ കൊണ്ടുവന്നിട്ടുള്ള അൽബാനി സഹീഹ് എന്ന് പറഞ്ഞിട്ടുള്ള റിവായത്ത്. നോക്കൂ നിങ്ങൾ, ഇവിടൊക്കെ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്തു വേണം? അസ്ബാബുകൾ തവക്കുലിന്റെ തന്നെ ഭാഗമാണ്, അത് തഖ്ദീറിന്റെ തന്നെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അമല് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. അമല് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ അമല് ചെയ്യൂ, നിങ്ങൾ അങ്ങനെ അമല് ചെയ്യുകയാണെങ്കിൽ കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, അപ്പൊ നിങ്ങൾക്ക് ചെയ്യുന്ന അമലിൽ നിങ്ങൾ ഏതിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്കുള്ള അമലിൽ നിങ്ങൾക്ക് അല്ലാഹ് തൈസീർ നൽകുമെന്ന് പറഞ്ഞു. ആ അമലിനെ കുറിച്ച് ചോദിച്ച സന്ദർഭങ്ങളിൽ ഒരുപാട് കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദമായി പറഞ്ഞു കൊടുത്തു. ഇന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള അമല് ഇന്നതാണ്, അത് ചെയ്താൽ ഇന്നത് കിട്ടും. ഉദാഹരണമായിട്ട് ആയുസ് അള്ളാന്റെ ഖളാ ഖദറുമായി ബന്ധപ്പെട്ടതാണ്. ആ ആയുസ് അത് നീളണമെങ്കിൽ, അതിന് നീട്ടിക്കിട്ടണമെങ്കിൽ അതിന് അള്ളാഹ് വെച്ചിരിക്കുന്ന ഒരു സബബാണ്. ഒന്ന് സിലത്തുർ റഹിം, കുടുംബബന്ധം പൂർത്തിയാക്കുക എന്നുള്ളത്. മറ്റൊന്നാണ് ഹുസ്നു മുആശറത്തിൽ ജീറാൻ, അയൽവാസികളോട് നല്ല ബന്ധം വർത്തിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല ബന്ധം, അയൽവാസികളുമായി നല്ല ബന്ധം, അതുപോലെ തന്നെ സിലത്തുർ റഹിം, കുടുംബബന്ധം പുലർത്തുക, ഈ കാര്യങ്ങൾ അത് എന്താണ്? ഒരാളുടെ ഉംർ നീട്ടിക്കിട്ടുന്നതിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സബബാണ്. ആ സബബ് ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് മുഖേന അയാളുടെ ആയുസ് നീട്ടിക്കൊടുക്കും. അത് കാരണമായി അള്ളാഹു അത് നീട്ടിക്കൊടുക്കും. അങ്ങനെ നീട്ടിക്കൊടുക്കുമ്പോ അപ്പൊ ഇത് അള്ളാന്റെ ഖദറിൽ പെടൂലേ?
അപ്പോ അയാളുടെ ആയുസ് അള്ളാന്റെ ഖദർ അപ്പോ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടില്ലേ അയാളുടെ ആയുസ് എത്രയാണ് എന്നുള്ളത് സഹാബത്ത് നബിയോട് തിരിച്ചു ചോദിക്കുന്ന സന്ദർഭം ഹദീസുകളിലുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ സിലത്തുർ റഹ്മും ആ സിലത്തുർ റഹ്മ മുഖേന അള്ളാഹ് നീട്ടിക്കൊടുക്കുക എന്നുള്ളതും വലാലിക മിൻ ഖദരില്ല, അത് അള്ളാന്റെ ഖദറിൽപ്പെട്ടതാണ്. ആ ഹദീസ് സന്ദർഭവശാല് ഞാൻ ഇവിടെ ഞാൻ മുറാജ നടത്തുന്ന സമയത്ത് എഴുതി വെച്ചിരുന്നു. സന്ദർഭവശാൽ അതിന്റെ പൂർണ്ണമായ ലഫ്ള് ഇപ്പം എനിക്ക് ഓർമ്മല്ല. മറ്റൊരവസരത്തിൽ അത് ഞാനത് പൂർണ്ണ രൂപത്തിൽ അത് കേൾപ്പിക്കാം. ആ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അൽ ഖലീഫത്തു സാനി അർ-റാഷിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിധി പറഞ്ഞത്. ഏത് വിഷയത്തിൽ? അബൂ ഉബൈദന്റെ ചോദ്യത്തിൽ താഊൻ അംബാസിന്റെ സന്ദർഭം. ഷാമിലാകെ ആയിരക്കണക്കിന് മനുഷ്യര് ഞൊടിയിട കൊണ്ടിങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന അംബാസ്, താഊൻ അംബാസ്, ആ സന്ദർഭത്തിൽ യാത്ര അവിടെ നിർത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഉമർ ഇബ്നുൽ ഖത്താബും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ഷാമിലേക്ക് പോവുകയാണ്. അവിടെ നിർത്തി ചർച്ച ചെയ്തു. ഈ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് പ്രത്യേകമായ വല്ല വിധികളും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ആരും കേട്ടതായിട്ട് ഓർമ്മല്ല. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അതെ ഞാൻ കേട്ടിട്ടുണ്ട്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, താഴൂൻ ഉള്ളതായിട്ട് നിങ്ങളൊരു നാട്ടിൽ താഴൂൻ ഉള്ളതായി കേട്ടാൽ ആ നാട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകരുത്, ആ നാട്ടിൽ തന്നെ നിൽക്കണം. അതല്ല നിങ്ങൾ ആ നാട്ടിലല്ല, ആ നാട്ടിന്റെ പുറത്താണെങ്കിൽ നിങ്ങൾ ആ നാട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാനും പാടില്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബും അതുപോലെ തന്നെ കൂടെയുള്ള ആളുകളും എന്ത് ചെയ്യണം? അവരാ നാട്ടിന്റെ പുറത്താണ്, അവരാ നാട്ടിലേക്ക് ചെല്ലാൻ പാടില്ല എന്നായിരുന്നു. ഈ ചർച്ചയും അതുപോലെ തന്നെ ഇത് സംബന്ധമായി സഹാബത്ത് കൂടെയുള്ള സഹാബത്തിനോട് മുശാവറ നടത്തുകയും റസൂലുള്ളാഹിന്റെ ഹുക്ം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഉമർ ഖത്താബുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച സന്ദർഭത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹം ചോദിക്കുന്നത്, അഫിറാറൻ മിൻ ഖദരില്ലാഹി യാ ഉമർ, ഉമറേ, അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് ഒളിച്ചോടാനാണോ ഭാവം? നമുക്ക് താഊൻ അംവാസ് ബാധിക്കണമെന്ന് അള്ളാഹുവിന്റെ വിധിയിലുണ്ടെങ്കിൽ ബാധിക്കില്ലേ? അത് ഇവിടെ നിന്നാലും ബാധിക്കും, അങ്ങോട്ട് ചെന്നാലും ബാധിക്കും. പിന്നെ എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത്? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിന് കൊടുത്ത മറുപടി, ഫിറാറൻ മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്. അബൂ ഉബൈദ്, താങ്കളല്ല മറ്റാരെങ്കിലുമായിരുന്നു ഇത് ചോദിച്ചിരുന്നത് എങ്കിൽ, ഇങ്ങനെ ഒരു സംശയം പറഞ്ഞിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എതിർപക്ഷം പറഞ്ഞിരുന്നത് എങ്കിൽ അതിലെനിക്ക് പ്രയാസമുണ്ടാകുമായിരുന്നില്ല. താങ്കളെപ്പോലെ ഉന്നതനായ, താങ്കളെപ്പോലെ ദീനിൽ അത്രമാത്രം പാണ്ഡിത്യമുള്ള ഒരാളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചതല്ല എന്നു ധ്വനി. എന്നിട്ട് പറഞ്ഞു, ഫിറാറൻ മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്, അള്ളാന്റെ വിധിയിൽ നിന്ന് അള്ളാന്റെ വിധിയിലേക്ക് തന്നെയാണ് നമ്മൾ പോണത്.